ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പിൽ ആഭ്യന്തര വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് PSC. നിലവിൽ തുടരുന്ന പരീക്ഷാ കൺട്രോളറുടെ അന്വേഷണം ഇന്ന് ചേർന്ന PSC യോഗം മരവിപ്പിച്ചു. പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണ ചുമതല നൽകിയ ചെയർമാൻ MR ബൈജുവിന്റെ നടപടിക്കെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ആസൂത്രണ ബോർഡിലേക്കുള്ള പരീക്ഷാ ക്രമക്കേട് അന്വേഷിക്കാൻ വിജിലൻസ് SP സിനി F ഡെന്നിസിനായിരുന്നു ചുമതല. കഴിഞ്ഞയാഴ്ച PSC ബോർഡ് യോഗം ചേർന്നായിരുന്നു ആ തീരുമാനമെടുത്തത്. എന്നാൽ ചെയർമാൻ MR ബൈജു അന്വേഷണം പരീക്ഷാ കൺട്രോളർക്ക് കൈമാറി. PSCയുടെ ആഭ്യന്തര വിജിലൻസിന്റെ ചുമതലയുള്ള പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണം കൈമാറിയതിൽ വ്യാപക പ്രതിഷേധമുയർന്നു. തുടർന്ന് ഇന്ന് ബോർഡ് യോഗം ചേർന്നു. യോഗത്തിൽ ചെയർമാൻ MR ബൈജുവിന്റെ ഏകപക്ഷീയ നിലപാടിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. PSCയുടെ വിശ്വാസം തകർക്കാൻ സമ്മതിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളെ കർശനമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മേൽനോട്ടം വഹിക്കുന്ന വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിനാണ് അന്വേഷണം കൈമാറിയത്. PSC പരീക്ഷയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് വ്യാപക പരാതി ലഭിച്ച പശ്ചാത്തലത്തിൽ ക്രമക്കേട് സർക്കാർ അന്വേഷിച്ചേക്കും. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതേസമയം യൂത്ത് കോൺഗ്രസ് PSC ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.